പശ്ചിമേഷ്യയിൽ ഓരോ ദിവസവും സംഘർഷം പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക പോലും അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിടുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ തുടർച്ചയായ പ്രതികാര ആക്രമണങ്ങൾക്കിടെ അമേരിക്കയുടെ പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലും കൃത്യമായ ആക്രമണായുധ ശേഖരത്തിലും കുറവുണ്ടായതായി ഉയർന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇതോടെ അമേരിക്കയുടെ യുദ്ധസന്നദ്ധതയെക്കുറിച്ചും സൈനിക ആസൂത്രണത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നതിനൊപ്പം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ടെന്ന വാർത്തകളും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ ഈ അവകാശവാദങ്ങളെ വൈറ്റ് ഹൌസ് ശക്തമായി നിഷേധിച്ചതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനപ്പുറം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെയും ആഭ്യന്തര തീരുമാനങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് പുതിയ മാനം കൈവന്നിരിക്കുകയാണ്. പ്രമുഖ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് 7-ന് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിശ്രമ കേന്ദ്രമായ ക്യാമ്പ് ഡേവിഡിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിനോട് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. അമേരിക്കയുടെ സൈനിക ശേഷിയെക്കുറിച്ച് തനിക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചില്ലെന്നും പ്രധാന യുദ്ധോപകരണങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് തെറ്റായ ധാരണയാണ് നൽകപ്പെട്ടതെന്നും ട്രംപ് ചോദ്യം ചെയ്തതായാണ് റിപ്പോർട്ട്. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, കൃത്യമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഗൈഡഡ് ആയുധങ്ങൾ, അതുപോലെ ശത്രു ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ ശേഖരം പ്രതീക്ഷിച്ചതിലും കുറവാണെന്ന വിലയിരുത്തലാണ് ട്രംപിനെ അസ്വസ്ഥനാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വിവാദത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും നൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ താഡ് സംവിധാനമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്തും അതിനപ്പുറവും സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സംവിധാനം അമേരിക്കൻ സൈനിക താവളങ്ങളുടെ സുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ്. പശ്ചിമേഷ്യയിൽ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ മേഖലയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ താഡ് സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ആവശ്യത്തിന് ഈ സംവിധാനങ്ങൾ ലഭ്യമല്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ പ്രതികാര നടപടികൾക്ക് ശേഷം മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിലായി. ഇറാൻ ആക്രമണങ്ങൾക്ക് വിധേയമായ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികരെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ ആവശ്യമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പരിമിതമാണെന്നത് അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെ ബാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. ഇതോടെ ഇറാനെതിരെ കൂടുതൽ ആക്രമണാത്മക നടപടികൾ സ്വീകരിക്കുന്നതിൽ അമേരിക്ക കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് ഉദ്ധരിച്ച 2 ഉദ്യോഗസ്ഥരുടെ മൊഴി പ്രകാരം ഈ വിഷയത്തിൽ ട്രംപിന്റെ അസംതൃപ്തി ഒരു ക്യാബിനറ്റ് യോഗത്തിനിടെയായിരുന്നു പരസ്യമായി പ്രകടമായത്. ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ അമേരിക്കയുടെ ഓപ്ഷനുകൾ പരിമിതപ്പെടുന്ന തരത്തിലുള്ള ആയുധക്ഷാമത്തെക്കുറിച്ച് എന്തുകൊണ്ട് നേരത്തെ കൃത്യമായി അറിയിച്ചില്ലെന്ന ചോദ്യമാണ് ട്രംപ് ഉയർത്തിയതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആവശ്യമായ സൈനിക ശേഷി കൈവശമുണ്ടെന്ന ധാരണയിലാണ് താൻ പ്രവർത്തിച്ചിരുന്നതെന്നും പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ വലിയ നിരാശയുണ്ടായെന്നും ട്രംപ് വ്യക്തമാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിനെ കൂടാതെ പ്രതിരോധ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ വിമർശനത്തിന് വിധേയരായതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പ്രത്യേകിച്ച് ഡെപ്യൂട്ടി പ്രതിരോധ സെക്രട്ടറി സ്റ്റീഫൻ ഫിൻബർഗ് ആയുധ ശേഖരത്തിലെ കുറവും അതിന്റെ യാഥാർത്ഥ്യ വ്യാപ്തിയും പ്രസിഡന്റിനെ അറിയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും ഇനി ഉത്തരം സാഹചര്യം ആവർത്തിക്കില്ലെന്ന ഉറപ്പും ട്രംപ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകളെ വൈറ്റ് ഹൌസ് ശക്തമായി തള്ളിക്കളഞ്ഞു. പ്രസ് സെക്രട്ടറി കരോലിൻ ലീഫിറ്റ് ട്രംപും ഹെഗ്സെത്തും തമ്മിൽ കടുത്ത തർക്കമുണ്ടായെന്ന വിവരണം വസ്തുതാ വിരുദ്ധമാണെന്ന് വ്യക്തമാക്കി. മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പ്രസിഡന്റും പ്രതിരോധ സെക്രട്ടറിയും തമ്മിലുള്ള ആശയവിനിമയം സാധാരണ രീതിയിലായിരുന്നുവെന്നും വൈറ്റ് ഹൌസ് അവകാശപ്പെട്ടു. അതിനാൽ ഈ വിഷയത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകളും ഔദ്യോഗിക വിശദീകരണവും തമ്മിൽ വ്യക്തമായ വൈരുദ്ധ്യമാണ് നിലനിൽക്കുന്നത്. ഇതിനിടെ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ആശങ്കകളും അമേരിക്കയിൽ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ മാസം അമേരിക്കൻ അന്വേഷണ മാധ്യമമായ ദി ഇന്റർസെപ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പശ്ചിമേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇറാന് ശേഷിയുണ്ടെന്ന് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു. നൂതന ബാലിസ്റ്റിക് മിസൈലുകളും കൃത്യതയാർന്ന ഡ്രോണുകളും സംയോജിപ്പിച്ചാണ് ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും ഇതിലൂടെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന് സാധിക്കുന്നുവെന്ന ആശങ്കയും റിപ്പോർട്ടിൽ ഉയർത്തിയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ 9 മുതൽ പശ്ചിമേഷ്യയിലെ കുറഞ്ഞത് 9 അമേരിക്കൻ സൈനിക ഔട്ട്പോസ്റ്റുകൾക്ക് നേരെ ഇറാൻ പ്രതികാര ആക്രമണങ്ങൾ നടത്തിയതായി വിലയിരുത്തപ്പെടുന്നു. ഈ ആക്രമണങ്ങളിൽ ചില സൈനിക കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇത്തരം ആക്രമണങ്ങൾ അമേരിക്കയുടെ സൈനിക വിന്യാസത്തെയും മേഖലയിൽ സൈനികരെ സംരക്ഷിക്കാനുള്ള ശേഷിയും പുതിയ രീതിയിൽ പരീക്ഷിക്കുന്നതായാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലവിലെ സംഘർഷം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടലല്ല,
മറിച്ച് സാങ്കേതിക വിദ്യയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ ശേഷിയും നിർണായകമാകുന്ന ആധുനിക യുദ്ധത്തിന്റെ പ്രതിഫലനമാണ്. ഒരു ഭാഗത്ത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി തുടരുമ്പോൾ മറുവശത്ത് ഇറാൻ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഫലപ്രദമായ ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുകയാണ്. ഇതോടെ പരമ്പരാഗത സൈനിക മേൽക്കോയ്മ മാത്രം മതിയാകില്ലെന്നും തുടർച്ചയായ സാങ്കേതിക നവീകരണവും ആയുധ ശേഖരത്തിന്റെ കാര്യക്ഷമമായ പരിപാലനവും അനിവാര്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഈ റിപ്പോർട്ടുകളിലെ ചില അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്ന കാര്യവും ശ്രദ്ധേയമാണ്. ട്രംപും ഹെക്സത്തും തമ്മിൽ കടുത്ത തർക്കമുണ്ടായെന്ന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് നിഷേധിച്ച സാഹചര്യത്തിൽ സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങൾ വ്യക്തമാക്കാൻ കൂടുതൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ആവശ്യമാണ്. എന്നിരുന്നാലും അമേരിക്കയുടെ ആയുധ ശേഖരവും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ലഭ്യതയും സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ നയത്തിലെ പ്രധാന വിഷയങ്ങളൊന്നായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം സൈനിക താവളങ്ങളെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്നതിനൊപ്പം മേഖലയിലെ തന്ത്രപരമായ സ്വാധീനം നിലനിർത്തുക എന്നതാണ്. അതേസമയം ഇറാൻ തന്റെ മിസൈൽ ഡ്രോൺ ശേഷി കൂടുതൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അമേരിക്കയുടെ സൈനിക കണക്കുകൂട്ടലുകളെ സങ്കീർണമാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരസ്പര പ്രതികാര നടപടികൾ തുടരുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ അസ്ഥിരമാകാനും ആഗോളതലത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്.